അമേരിക്കൻ അവയിൽ ആദ്യമായിട്ടൊരു കുക്കിംഗ് വീഡിയോ ഇടുകയാണ്. ഞാനൊരു ഷെഫൊന്നും അല്ല കേട്ടോ. എന്നാലും മുറ്റത്ത് നട്ട ഒരു മുന്തിരി തൈയിൽ ഒരുപാട് മുന്തിരിങ്ങ ഉണ്ടായി. ഫൺ ഫിൽഡായിട്ട് ഈസി ആയിട്ട് വീട്ടിലെങ്ങനെ മുന്തിരി വൈൻ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇതാ മുന്തിരിങ്ങ വൈനാക്കാം. മുന്തിരിങ്ങ കഴുകി ഉണക്കി ഉടച്ചു വെച്ചിരിക്കുന്നതാണിത്. ഇതിനകത്ത് 3.5 കിലോ മുന്തിരിങ്ങയുണ്ട്. ഇത് 2 കിലോ മുന്തിരിങ്ങ, ഇത് 1.5 കിലോ മുന്തിരിങ്ങ. കുറേയൊക്കെ തിന്ന് തീർത്തു, കുറേയൊക്കെ അയലോക്കത്ത് ഉള്ളവർക്കൊക്കെ കൊടുത്തു തീർത്തു. ബാക്കി വന്ന മുന്തിരിങ്ങ വൈൻ ഇട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് ഉടച്ചു വെച്ചിരിക്കുകയാണ്. മുന്തിരിങ്ങ വൈൻ ഉണ്ടാക്കാൻ ഒരുപാട് റെസിപ്പീസ് ഇന്റർനെറ്റിൽ കിട്ടും. ഞാനിന്ന് ഫോളോ ചെയ്യാൻ പോകുന്നത് എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. മമ്മിയുടെ റെസിപ്പി അനുസരിച്ച് 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 1 കിലോ പഞ്ചസാരയും ഇരട്ടി വെള്ളവും 2 ലിറ്റർ വെള്ളവും. അപ്പൊ ഇൻഗ്രീഡിയൻസും കൂടെ പരിചയപ്പെടുത്തിയേക്കാം. വെള്ളം തിളപ്പിച്ച് ആറിച്ച വെള്ളമാണിത്. പിന്നെ ഗോതമ്പ് മണി, പിന്നെ പഞ്ചസാര, ഈസ്റ്റ്, ഓഫ് കോഴ്സ് മുന്തിരിങ്ങ. അപ്പൊ ഇതിനകത്തൊക്കെ ഞാൻ പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതാണ് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ 3.5 കിലോ മുന്തിരിങ്ങയ്ക്ക് നമുക്ക് 3.5 കിലോ പഞ്ചസാര ഇടണം. നമുക്ക് വെള്ളം ഒഴിക്കുക ചെയ്യണം. ഇരട്ടി വെള്ളമാണ് ഞാൻ പറഞ്ഞല്ലോ. ഇത് തിളപ്പിച്ചാറിച്ച വെള്ളമാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് 7 ലിറ്റർ വെള്ളം ഒഴിക്കണം. 1 7. ഇനി ഇതിനകത്ത് ഈസ്റ്റ് ആണ് ഇടാൻ പോകുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റാപ്പിഡ് റൈസ് ഈസ്റ്റ് ആണ്. 1 കിലോയ്ക്ക് 1 ടീസ്പൂൺ. അപ്പൊ ഇത് 3.5 കിലോ ഉള്ളതുകൊണ്ട് നമ്മൾ 3 ടീസ്പൂൺ ഇടാൻ പോവാണ്. ഇനി വേണ്ടത് ഗോതമ്പ് മണിയാണ്. 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് മണിയാണ് 1 കിലോയ്ക്ക്. അപ്പൊ നമുക്ക് ഇതിനകത്ത് 3 ടേബിൾ സ്പൂൺ ഇടണം. മുന്തിരി വൈൻ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വൃത്തി എന്നുള്ളതാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രമായിരിക്കണം. മുന്തിരിങ്ങ നന്നായിട്ട് ഉണക്കി തുടച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ മുന്തിരിങ്ങ വൈൻ ഇളക്കാനായിട്ടൊരു തവി. ഈ തവി ഞാൻ വേറെ ഒന്നിനും ഉപയോഗിക്കാത്തൊരു തവിയാണ്. മുന്തിരിങ്ങ വൈൻ ഉണ്ടാക്കുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു തവിയാണ്. അത് ക്ലീൻ ആയിട്ട് തുടച്ചിട്ട് വേണം ഇതിനകത്തിട്ട് ഇളക്കാൻ. ഇൻഗ്രീഡിയൻസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേണ്ടത് വൃത്തിയാണ്. ആ വൃത്തിക്ക് കുഴപ്പമില്ലെങ്കിൽ വിനാഗിരി ആയിട്ട് മാറത്തില്ല. ഇല്ലാതെ പഞ്ചസാര ഇച്ചിരി കൂടിപ്പോയി, വെള്ളം ഇച്ചിരി കൂടിപ്പോയി എന്നുള്ളതൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഇത് വൈനല്ലേ, ആദ്യത്തെ 1 ഗ്ലാസ് കുടിക്കുമ്പോൾ മാത്രം വലിയ ക്രിറ്റിസിസം കാണും. മധുരം കൂടിപ്പോയി, മധുരം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ എരിവില്ല, മുളകില്ല എന്നൊക്കെ. അത് കഴിയുമ്പോൾ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നവനും ബോധമില്ല, കുടിക്കുന്നവനും ബോധമില്ല. അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഈസ്റ്റും ഗോതമ്പ് മണിയും പഞ്ചസാരയും വെള്ളവും ഉടച്ച മുന്തിരിങ്ങയും കൂടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് അടച്ച് ഒരു ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. 21 ദിവസമാണ് മുന്തിരിങ്ങയുടെ ഫെർമെൻറ്റിങ് ടൈം. ആദ്യത്തെ ഒരാഴ്ച നമ്മളിത് ടച്ച് ചെയ്യേ വേണ്ട. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും 1 ഇടവിട്ട ദിവസം തുറന്നിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഉണങ്ങിയിട്ടുള്ള ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 21ാം ദിവസം നമുക്കിത് ഡ്രെയിൻ ഔട്ട് ചെയ്യാം.
അപ്പൊ നമ്മുടെ മുന്തിരി വൈൻ്റെ പരിപാടികൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 21 ദിവസം ഫെർമെന്റ് ചെയ്യാൻ വെച്ചിട്ട് ഇന്ന് ഊറ്റി ഇവിടെ വെച്ചിരിക്കുകയാണ്. മുന്തിരിയുടെ കളർ തന്നെയാണ് വൈനിന് അല്ലെ, ഒരു ഗുമ്മില്ല കളറിന്. പിന്നെ മധുരം ആണെങ്കിലും ഒരിത്തിരി കുറവാണ്. കടയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന മുന്തിരി ആയിരുന്നെങ്കിൽ നമുക്ക് മധുരം നോക്കി നല്ല മധുരമുള്ള മുന്തിരിങ്ങ നോക്കി എടുക്കാമായിരുന്നു. ഇതിപ്പോ നമ്മുടെ സ്വന്തം മുന്തിരി ആയതുകൊണ്ട് ഇത്തിരി മധുരം കുറവാണ്. പിന്നെ 3നും 3 ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് 3.5 കിലോ മുന്തിരിങ്ങ, ഇത് 2 കിലോ, ഇത് 1.5 കിലോ. അപ്പൊ അതിനകത്ത് ചേർത്ത ഈസ്റ്റിന്റെയും വെള്ളത്തിന്റെയും പഞ്ചസാരയുടെ ഒക്കെ കണക്കിന് വ്യത്യാസങ്ങളുണ്ടാകും. 3 പേർക്ക് 3 ടേസ്റ്റ് ആണ്. പിന്നെ കളറും കുറവായതുകൊണ്ട് നമുക്ക് ഇച്ചിരി മധുരവും കളറും ചേർക്കണം. അപ്പൊ കളറിന് സാധാരണ ആൾക്കാര് പഞ്ചസാര കരിച്ച് ചേർക്കാൻ ചെയ്യാറ്. പക്ഷെ ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പോലും പഞ്ചസാര കരിച്ചു കഴിഞ്ഞാൽ ശരിയാകാറില്ല. നമുക്ക് കുറച്ച് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ചേർത്ത് നോക്കാം. ബീറ്റ്റൂട്ടിന് എന്താ കളർ അല്ലേ, പക്ഷെ ശരിയാവുമെന്ന് അറിയത്തില്ല. ഒരു ട്രയലാണ്, നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ബീറ്റ്റൂട്ടും പഞ്ചസാരയും ഇഞ്ചിയും ഇച്ചിരി കാടമനും ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം. നമുക്കിത് തുണിയിലൂടെ അരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനൊരു അരിപ്പ വെച്ചരിക്കാൻ വിചാരിക്കുകയാണ്. ഇപ്പം 1 ലിറ്റർ കൂടുതലുണ്ട്. അതിൻ്റെ ഒരു പകുതി നമുക്ക് ഒഴിക്കാം. വാവ്, നല്ല കളറായിട്ടുണ്ട് അല്ലേ. ഇത് മൊത്തം ഒഴിക്കണോ? ഓ, സൂപ്പർ വൈനാണ്. എന്താ കളർ അല്ലേ. ഇപ്പോഴാണ് വൈൻ്റെതായ കളർ വന്നത്. ഈ കുപ്പിക്ക് അടപ്പുണ്ടായിരുന്നില്ല, ഞാൻ ഒരു തുണി കൊണ്ടാണ് അടച്ചോണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് പകർത്തി വെക്കാം. ഇനി പരിപാടിയൊന്നുമില്ല, വൈൻ റെഡിയാണ്. ഇങ്ങനെ തന്നെ എത്ര കൊല്ലം വേണേലും ഇരിക്കും. ഇത് എൻ്റെ വൈൻ കുപ്പിയാണ്. ഇതിനകത്തിരിക്കുന്ന വൈൻ 4-5 കൊല്ലത്തെ പഴക്കമുണ്ട് കേട്ടോ. ഇതിപ്പോ കുടിച്ചു കഴിഞ്ഞാൽ ബോധം കിട്ടുപോകും. നമുക്ക് ഈ കുപ്പി ഒന്ന് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണം. ഇപ്പൊ വരാം. അമേരിക്കൻ അവിയലിന്റെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഇത്ര രസമായിട്ടും വീട്ടിൽ തന്നെ വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട. ഇനിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ.